മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് 3 ടേം ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അത് നവാസിനെ പോലെയുള്ള ആളുകൾ പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് കേരളത്തിലെ മുസ്ലിം ലീഗ് അത് വലിയ ഒരു ചരിത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ഞങ്ങളിപ്പോൾ നോക്കി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ഞങ്ങളുടെ കൂടെ MSF യൂത്തിലേക്കുള്ള പുതിയ ജനറേഷൻ നന്നായി വന്നിട്ടുണ്ട്, ഗംഭീരം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പല സീറ്റ് പിടിച്ചെടുക്കാൻ പുതിയ ജനറേഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഒരു 30 ബിലോ വോട്ടേഴ്സ് പൊളിറ്റിക്സൊക്കെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലൊക്കെ അവർ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. എനിക്ക് ബോധ്യമായ സംഗതിയാണ്. കാരണം LDF മഹാഭൂരിപക്ഷം ജയിക്കുന്ന സ്ഥലത്ത് UDFൻ്റെ യങ്ങർ ജനറേഷനിൽ വരുന്ന സ്ഥാനാർത്ഥികൾ നിഷ്പ്രയാസം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമീപനമുണ്ട്. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ഒരു സ്റ്റാൻഡ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സ്റ്റാൻഡ്, അത് പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഉള്ളിയേരി ഡിവിഷനിൽ ഉള്ള സ്ഥാനാർത്ഥി ശരിക്ക് 4300 വോട്ട് LDFന് ലീഡുള്ള മണ്ഡലമാണ്, ഡിവിഷനാണ്. 1200 പരം വോട്ടിന് ജയിക്കുകയാണ്. അത് മേപ്പയ്യൂർ ഡിവിഷനിൽ ഉള്ള സ്ഥാനാർത്ഥി അവിടെ 2500 വോട്ടിന് ഏത് കൊടുങ്കാറ്റ് വന്നാലും LDF ജയിക്കേണ്ടതാണ്. 3000 വോട്ടിനാണ് UDF ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ ജനങ്ങളും വിലയിരുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് പൊതുസമൂഹമാണ് അത് ഏറ്റവും കൂടുതലായി ഏറ്റെടുത്തതെന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്.